മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആസ്പത്രിയിൽ നമ്മളുടെ മേഘനാഥനെ കണ്ടതും മാർക്കോയും ലോപ്പസും കൂടി മേഘനാഥനെ ഉപദ്രവിക്കാനായിട്ട് ഓടി ചെല്ലുന്ന സമയത്ത് മേഘനാഥൻ അവർ രണ്ടുപേരെയും തട്ടി മാറ്റിയിട്ട് ഓടി കാറിൽ കയറി പെട്ടെന്ന് തന്നെ കാർ ഓടിച്ച് പോകുന്നുണ്ട്. ആ സമയത്ത് മാർക്കോയും ലോപ്പസും പിന്നാലെ വരുന്നുണ്ടോ എന്ന് പേടിച്ചാണ് ഈ മേഘനാഥൻ പോകുന്നത്. പിന്നീട് എന്തായാലും അവൻ പോയി, ഇനിയും നമുക്ക് അവനെ കൈ കിട്ടും, അതുകൊണ്ട് ഇപ്പോൾ പുറകെ പോകാനൊന്നും നിൽക്കണ്ട, ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്ന കാര്യം നടത്താമെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോയും ലോപ്പസും കൂടി ആ ആസ്പത്രി കിടക്കുന്ന ആ ഗുണ്ടയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഗുണ്ടയുടെ കൂടെ നിൽക്കുന്ന ആളോട് ഇവനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം വലിയ മാറ്റമൊന്നുമില്ല, എന്തെങ്കിലും സംസാരിക്കാറായോ എന്ന് ചോദിക്കുമ്പം ഇല്ല, സംസാരിക്കാനൊന്നും പറ്റണില്ല, അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും ഇപ്പോൾ അവനക്ക് ഓർമ്മയുമില്ല, ഇനി കുറേ നാൾ കഴിയും അവൻ പഴയ രീതിയിലേക്ക് വരാമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന്. ആ സമയത്ത് മാർക്കോയും ലോപ്പസും കൂടി ആ ആൾ പറയണത് നേരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഗുണ്ടയുടെ അടുത്ത് ചെന്നിട്ട് എന്താടാന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഗുണ്ട ഇവരെ മനസ്സിലാവണ പാവമൊന്നും കാണിക്കണില്ല. പിന്നീട് മാർക്കോയാണെങ്കിൽ എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വേഗം തന്നെ ആ ഗുണ്ടയെ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്. ഇതേ സമയം ഡോക്ടർ വന്നതും മാർക്കോ ഞാൻ അയാളുടെ ബന്ധുവാണ്, അയാൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഒന്നും പറയാറായിട്ടില്ല, എന്തായാലും അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ തന്നെ എടുക്കും, അയാൾക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല എന്ന് ചോദിക്കുമ്പം ഇല്ല, തലക്കേറ്റ പരിക്ക് കൊണ്ട് അയാൾക്കിനി ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നണില്ല, പിന്നെ ദൈവം അനുഗ്രഹിച്ചാൽ ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ സംസാരിക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടത് മാർക്കോയ്ക്കും ലോപ്പസിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്തായാലും കണ്ണൻ സാറ് നടന്നു തുടങ്ങിയ വിവരം ഇനിയിപ്പോൾ ആരും പെട്ടെന്നൊന്നും അറിയില്ലടാ ലോപ്പസെ, അത് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. കുറച്ച് നാളും കൂടെ കണ്ണൻ സാറ് വീൽ ചെയറിലാന്ന് വിചാരിച്ച് ആ മേഘനാഥനും പ്രതാപനൊക്കെ സന്തോഷിക്കട്ടെ. എന്തായാലും നമുക്കിപ്പോൾ തന്നെ ഈ വിവരം കണ്ണൻ സാറിനെ വിളിച്ച് പറയാമെന്ന്. അങ്ങനെ മാർക്കോ ഫോണെടുത്ത് കണ്ണന് വിളിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കണ്ണനും അനന്തും ആണെങ്കിൽ ഇതുവരെ മാർക്കോ പോയിട്ട് വിവരമൊന്നും അറിയില്ലല്ലോ, അവൻ എന്തായിരിക്കും വിളിക്കാത്ത, ഒന്ന് വിളിച്ച് നോക്ക് കണ്ണാന്ന് പറയുമ്പം ഇല്ല, നമ്മൾ അങ്ങോട്ട് വിളിക്കണ്ട, എന്തായാലും അവിടെ ചെന്ന് വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാർക്കോ തന്നെ വിളിച്ചോളൂ, നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് കണ്ണൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയതും കണ്ണൻ പറയുന്നുണ്ട് മാർക്കോയാ വിളിക്കണേ. വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്തായി മാർക്കോ എന്ന് ചോദിക്കുമ്പം അതെ സാറേ, ഇവിടെ ഇവനക്ക് വലിയ പുരോഗതിയൊന്നുമില്ല, എന്തായാലും അടുത്ത കാലത്തൊന്നും സാറ് നടന്നു തുടങ്ങിയ കാര്യം ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങളിവിടെ വരുമ്പം ആ മേഘനാഥൻ ഇവിടെ ഉണ്ടായിരുന്നു, അതെന്തിനാ ഇപ്പോൾ അവൻ അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം ഇവൻ സാഗർ തന്നെയാണോന്ന് ഉറപ്പിക്കാനും ഇനിയിപ്പോൾ ഇവൻ ആരാന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. എന്തായാലും ഞങ്ങളെ കണ്ടതും അവൻ പേടിച്ച് ഓടിപ്പോയി, ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റിയില്ല എന്ന്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട് ശരി മാർക്കോ, എന്നാൽ ഞങ്ങൾ ഇപ്പം തന്നെ പുറപ്പെടുവായി, ഇനി വന്നിട്ട് കാണാം, എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോ, ആ മേഘനെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുകയൊന്നും വേണ്ട, അവൻ എപ്പോൾ വേണമെങ്കിലും ചതിക്കാമെന്ന്. ആ സമയം മാർക്കോ പറയുന്നുണ്ട് അതെനിക്കറിയാം, അവനിനി എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനക്ക് കിട്ടേണ്ടതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുമെന്ന്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അനന്തും ലേഹയും കൂടി മൂന്നാറിന് പോകാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ്. മേഘനാഥനാണെങ്കിൽ കാർ കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാണ് കാർ ഓടിക്കുന്നത്. ഇനി മാർക്കോയും ലോപ്പസും പുറകെ വന്നുണ്ടോ എന്നുള്ള നല്ല പേടിയുണ്ട് മേഘനാഥന്. അതോടൊപ്പം തന്നെ മേഘനാഥന് മാർക്കോയുടെ കാര്യത്തിൽ ഭയങ്കര അത്ഭുതവും തോന്നുന്നുണ്ട്. ഞാൻ എവിടെ എത്തിയാലും അവിടെയെല്ലാം മാർക്കോ എത്തുന്നുണ്ട്, ഇവനെങ്ങനെയാണ് ഞാൻ വരുന്ന വഴിയൊക്കെ അറിയണേ, ഇനിയിപ്പോൾ എൻ്റെ വണ്ടിയിലെങ്ങാനും അവൻ വലിയ ക്യാമറയും വെച്ചിട്ടുണ്ടോ, അല്ലാതെ ഞാനിങ്ങോട്ട് വരുന്ന വിവരം ആർക്കും അറിയില്ല. പിന്നെ കൃത്യസമയത്ത് അവൻ എങ്ങനെയാണ് ഈ ആസ്പത്രിയിൽ എത്തിയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് എന്തായാലും പ്രതാപൻ അങ്കിളിനോട് ഈ കാര്യമൊന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് മേഘൻ ഫോണെടുത്ത് പ്രതാപനെ വിളിക്കുന്നുണ്ട്. ഇതേസമയം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ്. കരുണ വിളിച്ച് പ്രതാപനോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ണനും മഹാലക്ഷ്മിയും മൂന്നാറിന് പോകുക എന്നുള്ള. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ, നമ്മളുടെ മോൾക്ക് എന്നും സങ്കടം മാത്രമേ ഉള്ളൂ, ഇപ്പോൾ അവളും ആ വീൽ ചെയറിൽ ഇരിക്കണവനും കൂടി ആ അനന്തുവിൻ്റെയും ലേഖയുടെയും കൂടെ മൂന്നാറിന് പോവാന്ന്. അത് കണ്ടതോടുകൂടി മോൾക്ക് ആകെ വിഷമമായിട്ടുണ്ട്, മോള് ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാടാ പ്രതാപ, നമ്മൾ പരമാവധി നോക്കിയില്ലേ മോളെ സന്തോഷിപ്പിക്കാനും ആ ലക്ഷ്മിയെ തകർക്കാനും, പക്ഷെ ഒന്നും അങ്ങനെ നടക്കുന്നില്ലല്ലോ, ഇതിനൊക്കെ കാരണം അവളുടെ കയ്യിലിരിക്കണ ആ ഒരു അയ്യപ്പ ഭഗവാന്, അത് അവളുടെ കയ്യിലുള്ളിടത്തോളം കാലം നമുക്ക് അവളെ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്.
ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അത് നമ്മൾ കളയാൻ നോക്കിയതല്ല അമ്മേ, എന്നിട്ട് എന്തായി, നമ്മളുടെ കയ്യിൽ നിന്നും തെറിച്ചു പോയ അയ്യപ്പ വിഗ്രഹം അതിന് സ്പീഡിൽ അവരുടെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു ചെന്നില്ലേ, അതുകൊണ്ട് ഇനി എന്തായാലും അയ്യപ്പ വിഗ്രഹത്തെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട അമ്മേ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും തിരിച്ചടി കിട്ടണേന്ന്. അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് മേഘൻ്റെ ഫോൺ വരുന്നത്. ഫോൺ എടുത്തിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, മേഘനാലോ വിളിക്കണേ എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൻ എന്തിനാ ഇനി ഇങ്ങോട്ട് വിളിക്കണേ, അവനല്ലേ പറഞ്ഞ കണ്ണനും മാർക്കോയും മരിച്ചു, സാഗർ ഗുരുതരാവസ്ഥയിലാണ്, എന്നിട്ടിപ്പോൾ കണ്ണനും മാർക്കോയും ജീവനോട് കൂടിയുണ്ട്, അവൻ്റെയൊക്കെ വാക്ക് വിശ്വസിക്കാൻ പോയാൽ നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ എന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അവൻ അവൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചില്ലേ അമ്മേ, പിന്നെ അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതുമാത്രമല്ല അയ്യപ്പ ഭഗവാനെ കാണാൻ പോയ ഭക്തരെയാണ് ആക്രമിക്കാൻ ഗുണ്ടകളെ വിട്ടത്, അതൊരിക്കലും നടക്കില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു, എന്തായാലും ഭഗവാൻ വെറുതെ ഇരിക്കുമെന്ന്. പിന്നീട് ഫോൺ എടുത്തതും എന്താണ് മേഘ എന്ന് ചോദിക്കുമ്പം, അങ്കിളെ ഒരു സംഭവം ഉണ്ടായി, ഞാനിപ്പോൾ ആസ്പത്രിയിൽ പോയിരുന്നു. ഏത് ആസ്പത്രിയിലാണെന്ന് ചോദിക്കുമ്പം, ആ സാഗർ ആസ്പത്രിയിൽ കിടക്കണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ചെന്നു, അവിടെ കിടക്കുന്നത് സാഗറൊന്നുമല്ല, ആ ഒരു ഗുണ്ടയാണ്. അവൻ്റെ അവസ്ഥ എന്നാന്ന് ചോദിക്കുമ്പോൾ അവനക്ക് ഒന്നും സംസാരിക്കാനൊന്നും പറ്റില്ല, നല്ല ഗുരുതരാവസ്ഥയിൽ തന്നെ അവനിപ്പോഴും കിടക്കണേ. ഇതിലും വലിയൊരു അത്ഭുതം ഉണ്ടായി അങ്കിള്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അവിടെ ചെന്നതും ആ മാർക്കോയും ലോപ്പസും അവിടെ എത്തിയെന്ന്. ആ സമയം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് അവിടെ എത്തിയെന്ന് ചോദിക്കുമ്പം, അതൊക്കെ ഞാൻ വിശദമായിട്ട് അങ്കിളിനോട് പറയാം, അങ്കിളിനെ എനിക്കിപ്പോൾ ഒന്ന് കാണണമല്ലോ എന്ന്. ആ സമയം പ്രതാപൻ, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് വരാം, നീ അങ്ങോട്ട് വന്നേരേന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും ഉണ്ണീനെയാണ്. കരുണയാണെങ്കിൽ നേരെ ഉണ്ണിയുടെ അടുത്ത് എന്നിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ, നിങ്ങളൊരു മനുഷ്യനാണോ, അതെങ്ങനെയാണ്, ആണായ കുറച്ച് ആണത്വമൊക്കെ വേണം, അതില്ലാത്ത ഒരുത്തനെയാണല്ലോ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് നിങ്ങളെ കല്യാണം കഴിച്ചതാന്നൊക്കെ പറഞ്ഞിങ്ങനെ കരുണ പറയുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാവുന്നുണ്ട്. എന്നാലും ഉണ്ണി കരുണയെ പേടിച്ചിട്ട് തിരിച്ച് മറുപടി ഒന്നും പറയണില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താ കരുണ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പ്രശ്നം എന്താണെന്നോ, ഞാൻ ഇന്ന് വരെ വിവാഹം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ടൂറ് പോയിട്ടുണ്ടോ, നിങ്ങളുടെ ഏട്ടനും ആ ലക്ഷ്മിയും കൂടെ കൂടി ഇപ്പം മൂന്നാറിന് ടൂറ് പോയേക്കാന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഏട്ടൻ ടൂറ് പോയിട്ട് എന്താ കാര്യം, ഏട്ടന് അവിടെ ഇറങ്ങി നടന്ന സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്തായാലും അവരെല്ലാവരും കൂടി വീൽ ചെയറിൽ ഇരുത്തിയാണെങ്കിലും അയാളെ എല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കും, എനിക്ക് അതിനൊന്നുള്ള യോഗം ഉണ്ടായില്ല, അതെങ്ങനെയാണ്, അതിനുള്ള യോഗം ഉണ്ടാവണമെങ്കിൽ അതുപോലെ ഒരുത്തനെ കല്യാണം കഴിക്കണം, ഇതിപ്പോൾ എൻ്റെ ജീവിതമേ പരാജയമായി പോയിന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അവർക്കിപ്പോൾ എന്തൊക്കെ ഭാഗ്യമുണ്ടെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുകയൊന്നുമില്ലല്ലോ, അതുപോലെ തന്നെ നിൻ്റെ അടുത്തേക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല, പിന്നെ എന്തോരം ഭാഗ്യം ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടായല്ലോ, അതുകൊണ്ട് എന്നാ പ്രയോജനം ഉണ്ടായ, ഒരു ഗുണവുമില്ല, നിങ്ങളെപ്പോലെയുള്ള ഒരുത്തനെ കെട്ടിയതുകൊണ്ട് എൻ്റെ ജീവിതം തന്നെ നശിച്ചു എന്ന്. കണ്ണനും മാർക്കോയും മരിച്ചു, സാഗർ ഗുരുതരാവസ്ഥയിലാണെന്നും പറഞ്ഞ് എന്ത് സന്തോഷമായിരുന്നു എല്ലാവർക്കും. ആ സന്തോഷമൊക്കെ പെട്ടെന്ന് തന്നെ കെട്ടടങ്ങിയില്ലേ. ഇനി ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും ജയിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, അത് നമുക്കൊരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതാണ്. നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവർ നമ്മുടെ മുന്നിൽ പരാജയപ്പെടുമെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതിനിപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, കാരണം എന്തായാലും നമ്മളെപ്പോൾ വേണമെന്ന് വിചാരിച്ചാലും നമുക്ക് കുഞ്ഞുണ്ടാവും, അവർക്ക് അതുപോലെ അല്ലല്ലോ, അവർക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള യോഗം ഉണ്ടാവില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനെയും പ്രതാപനെയാണ്. പ്രതാപൻ മേഘനാഥനോട് പറയുന്നുണ്ട്, എടാ മേഘ, ഇന്നിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ മൂന്നാറിന് ടൂറ് പോയേക്കാം. അത് കേട്ടതും കരണമോളാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ എന്നെ വിളിച്ചായിരുന്നു. കരണമോൾക്ക് ഭയങ്കര നിരാശയായി, ഇപ്പോൾ പല പ്രാവശ്യം മോൾ സന്തോഷിച്ചു കണ്ണനും മഹാലക്ഷ്മി മരിച്ചു എന്നും പറഞ്ഞ്, എന്നിട്ട് അതെല്ലാം വെറുതെ ആയിപ്പോയി. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഞാനിന്ന് ആ ആസ്പത്രിയിൽ പോണ വിവരം വേറെ ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ ആ ആസ്പത്രിയിൽ നിന്നും ഇറങ്ങാൻ പോണ സമയത്ത് അവിടെ ആ മാർക്കോയും ലോപ്പസും വന്നേക്കണം. അവന്മാരുടെ കയ്യിൽ നിന്ന് ഒരു ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്, അവന്മാരെന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നതാണ്. ആ സമയത്ത് പ്രധാനം പറയുന്നുണ്ട്, ഇതിപ്പോൾ എങ്ങും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടല്ലോ എൻ്റെ മേഘ, ഇനിയിപ്പോൾ അവന്മാരെ എന്നെ കണ്ടാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറയുമ്പോൾ മേഘം പറയുന്നുണ്ട്, അങ്കിളും ഒന്ന് സൂക്ഷിച്ചോ, ആ മാർക്കോയുടെയും ലോപ്പസിൻ്റെയും മുമ്പിൽ ചെന്ന് പെടാതെ, അവരുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്കിളിനെയും അവർ ബാക്കി വെച്ചേക്കില്ല. എന്തായാലും ഞാനൊരു
പ്രകാരത്തിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. കുറേ സമയം ഞാൻ പേടിച്ച് ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അവന്മാർ പുറകെ വരുന്നുണ്ടോയെന്ന് ഓർത്ത്. ആ സമയം പ്രതാപം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ മാർക്കോയ്ക്ക് വേറെ എന്തെങ്കിലും ദിവ്യശക്തി ഉണ്ടാവുമായിരിക്കും ഇവിടെ. എന്തായാലും മനുഷ്യന്മാരെയല്ലേ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ, ദൈവങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം തന്നെ ആ മഹാലക്ഷ്മിയുടെ കയ്യിലുള്ള അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ട് ആ കണ്ണനെ മഹാലക്ഷ്മിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഈ മാർക്കോയും ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ അവതാരം വല്ലതും ആയിരിക്കുമോ? എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടോ മേഘ എന്ന് പറയുമ്പം മേഘനാഥനും പറയുന്നുണ്ട്, എനിക്കും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സംശയം. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും ശക്തിയുള്ള അടി അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അതുമാത്രമല്ല, നമ്മൾ എന്ത് വിചാരിച്ചാലും അതെല്ലാം മുൻകൂട്ടി കണ്ട് അവൻ കണ്ണനെയും മഹാലക്ഷ്മിയെയും ആ അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തണമുണ്ട്. അതുകൊണ്ട് നമ്മളിനി അവനെ ഒന്ന് പേടിക്കണം എന്നാണ് തോന്നണേ അങ്കിളേ. ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, എന്തായാലും അവളോ ഒരു പിശാച് ബാധിച്ചവളാണ്, അവളുടെ കൂടെ ഉള്ളവർക്കും പിശാച് ബാധ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും ഇനി എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ 2 വട്ടം ഒന്ന് ആലോചിക്കണം, ഇല്ലെങ്കിൽ തിരിച്ചടി കിട്ടുന്നത് നമുക്ക് തന്നെയായിരിക്കുമെന്ന്. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, എന്ത് തിരിച്ചടി കിട്ടിയാലും കണ്ണൻ്റെ സ്വത്തുക്കൾ ഞങ്ങൾക്ക് തന്നെ വേണം. ആ സ്വത്തുക്കൾ കിട്ടാതെ എനിക്കും ഉണ്ണിക്കും ലാഫിഷായിട്ട് ജീവിക്കാൻ പറ്റില്ല അങ്കിളേന്ന്. ആ സമയത്ത് പ്രതാപനാണെങ്കിൽ ഈ മേഘൻ്റെ നേരെ രൂക്ഷമായി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.